വന്യമൃഗഭീതി ഒഴിയാതെ വയനാട് മേപ്പാടി മുണ്ടക്കയിൽ ഇന്നലെ രാത്രി വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മാനന്തവാടി പടമലയിൽ അജീഷിനെ കൊലപ്പെടുത്തിയ ബേലൂർ മഗ്ന ഇന്ന് വീണ്ടും ജനവാസ മേഖലയിലെത്തി. കബനി പുഴ കടന്ന് മുള്ളംകൊല്ലി പെരിക്കല്ലൂർ ഭാഗത്തെത്തിയ ആന 3 മണിക്കൂറിന് ശേഷം കാട്ടിലേക്ക് തന്നെ മടങ്ങി. ഇന്നലെ രാത്രിയാണ് മേപ്പാടി പുഞ്ചിരിമറ്റം സ്വദേശി മട്ടത്ത് രാജന്റെ വീട്ടിൽ പുലിയെത്തിയത്. 5 മുട്ടക്കോഴികളെ പുലി പിടിച്ചു. അതിനിടെ ജനവാസ കേന്ദ്രത്തിൽ ഭീതി വിതയ്ക്കുന്ന ആളെക്കൊല്ലി കാട്ടാനയ്ക്കായുള്ള തെരച്ചിൽ 11ാം ദിവസവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടക വനാതിർത്തികളിലായിരുന്ന ബേലൂർ മഗ്ന ഇന്ന് പുലർച്ചെയാണ് മുള്ളൻകൊല്ലി പെരിക്കല്ലൂരിലെ ജനവാസ കേന്ദ്രത്തിലെത്തിയത്. കബനി നദി കടന്നെത്തിയ കൊലയാളി കാട്ടാന 3 മണിക്കൂർ നേരം പ്രദേശത്തെ തെങ്ങിൻ തോപ്പിൽ തുടർന്നു. ഇത് മനുഷ്യനെ കൊന്ന മൃഗമാണ്. ഇതിന് വീണ്ടും സംരക്ഷിക്കുന്ന എത്രയോ ലക്ഷം കോടികൾ മുടക്കി സർക്കാർ ഇതിന്റെ പുറകെ ഫോറസ്റ്റുകാരായിട്ട് പാഞ്ഞു. ഉപദ്രവകാരികളെ നമുക്ക് വേണ്ട. അതിൽ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അടുത്ത 10 പേറെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഉപദ്രവം ഉള്ളതിനെ നമുക്ക് ഒഴിവാക്കി തരിക. ആനെല്ലാം വന്നിട്ടുണ്ട് രാത്രി ഇപ്പുറത്ത് കർണാടക കേരളക്ക. കാട്ടിലേക്ക് തിരികെ പോയെങ്കിലും ജനവാസ കേന്ദ്രത്തിൽ ആന വിതച്ച ഭീതി അകന്നിട്ടില്ല. പെരിക്കല്ലൂരിൽ നിന്ന് കർണാടക വനമേഖലയിലേക്ക് നീങ്ങിയ ആന പുഴ മുറിച്ചുകടന്ന് ബൈരക്കുപ്പ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. മീഡിയ 1 വയനാട്.